Hi dear students, the next topic we discussed about non-photosynthetic proteobacteria. And the phylum Proteobacteria is the 12th phylum in the Bergey's manual system of bacteriology. The members of this phylum are all gram-negative. Several members of the phylum are non-photosynthetic bacteria and are either chemoautotrophs or chemoheterotrophs. And this is the phylogenetic tree of the bacterial classification. This is a major group of bacteria. They include a wide variety of pathogens such as Escherichia coli, Salmonella, Vibrio, Helicobacter, and many other notable genera. And these are mainly gram-negative bacteria with an outer membrane mainly composed of lipopolysaccharides. They move about using flagella, but some are non-motile or rely on bacterial gliding. The last include the myxobacteria. And they are found in many different shapes to reflect the enormous diversity of morphology and physiologies observed with this bacterial phylum. In 2002, the Proteobacteria consist of more than 460 genera and more than 1,600 species scattered over 5 major phylogenetic lines of descendant known as the classes. അപ്പോൾ ഇവരെ കുറിച്ച് ഇങ്ങനെ ധാരാളം നമുക്ക് പറയാനുണ്ട്. പക്ഷെ നമുക്ക് എക്സാമിന് വേണ്ടുന്ന ആവശ്യമുള്ള കുറച്ച് പോയിൻറ്റ്സുകൾ മാത്രം നമുക്ക് പറയാം. ബെർഗീസ് മാനുവലിൻ്റെ സിസ്റ്റമാറ്റിക് മൈക്രോബിയൽ ക്ലാസിഫിക്കേഷൻ പ്രകാരം ഇവയെ 12th ഫൈലത്തിലാണ് 12th ഗ്രൂപ്പിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ എല്ലാം ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ്. നോൺ ഫോട്ടോസിന്തറ്റിക്കും ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും കീമോ ഓട്ടോട്രോഫ്സും കീമോ ഹെട്രോട്രോഫ്സുമാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇവയെ നമുക്ക് 5 ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്യാം പ്രധാനമായിട്ടും. അതിൽ ക്ലാസ് 1 എന്ന് പറയുന്നത് ആൽഫ പ്രോട്ടോബാക്ടീരിയ ആണ്. ക്ലാസ് 2 ബീറ്റ പ്രോട്ടോബാക്ടീരിയ, ക്ലാസ് 3 ഗാമ പ്രോട്ടോബാക്ടീരിയ, ക്ലാസ് 4 ഡെൽറ്റ പ്രോട്ടോബാക്ടീരിയ ആൻഡ് ക്ലാസ് 5 ഈസ് ദ എപ്സിലോൺ പ്രോട്ടോബാക്ടീരിയ. അപ്പോൾ ഇതാണ് ഇവയുടെ പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. There are several rearrangement and renaming in the taxonomy of Proteobacteria. അപ്പോൾ ഇവയ്ക്ക് ധാരാളം അറേഞ്ച്മെൻറ്റും ഇവരെ ഏത് ഗ്രൂപ്പിലാക്കണം എന്നൊക്കെ ഉള്ള വളരെ കൺഫ്യൂഷൻ നിലനിന്നിരുന്ന സമയത്ത് a few representative examples from among vast number of species in each class are mentioned below. ഇത്രയും ഗ്രൂപ്പിൽ നിന്ന് ഇവരെ ഒന്ന് അടുക്കി പറക്കി ആ എക്സാമ്പിൾ വെച്ചിട്ട് അവരുടെ സവിശേഷതകൾ വെച്ചിട്ട് ഇവരെ ഈ പറഞ്ഞ 5 ഗ്രൂപ്പാക്കി തിരിച്ചു. അപ്പോൾ അതിൽ ആൽഫ പ്രോട്ടോ ബാക്ടീരിയയിൽ സാധാരണ വരുന്നത് സ്യൂഡോ മോണോഡെയിൽസ് എന്നവയും വിബ്രിയോ നെയിൽസും എൻറ്ററോ ബാക്ടീരിയൽസും പാസ്റ്റുറല്ലെയിൽസും ആണ്. ഇങ്ങനെയുള്ളവയെല്ലാം ആൽഫ പ്രോട്ടോ ബാക്ടീരിയ ഗ്രൂപ്പിൽപ്പെടുത്തി. ഇനി ബീറ്റ പ്രോട്ടിയോ ബാക്ടീരിയയിൽ ഓക്സാലോ ബാക്ടീരിയ, അൽക്കാലിജിനേസിയെ, ബോർഡറ്റെല്ല, തയോമോണാസ്, ഹൈഡ്രോജനോഫിലെയിൽസ്, മീഥൈലോഫിലെയിൽസ്, നെയ്സെറിയോറിയൽസ് ആൻഡ് നൈട്രോസോമോണൈറ്റ്സ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ളവയെ ബീറ്റ പ്രോട്ടിയോ ബാക്ടീരിയയിലും ഗാമയിൽ തയോകോക്കസ്, നൈട്രോകോക്കസ്, ആൽക്കാലിമിനിക്കോള, ഹാലോ തയോബാസിലെ, അസിഡോ തയോബാസിലസ്, സാന്തോമോണോഡെയിൽസ്, ലെജിയോ നെല്ലെയിൽസ് എന്നിവയും ഡെൽറ്റയിൽ ഡിസൾഫോ വിബ്രിയോനെയിൽസ്, ഡിസൾഫോ ബാക്ടീരിയയിൽസ്, അതുകൂടാതെ മിക്സോകോക്കസും ഡെല്ലോ വിബ്രിയയും. ഈ ഡെല്ലോ വിബ്രിയ എന്ന് വെച്ചാൽ ഇതിന് മറ്റ് ബാക്ടീരിയ ഈറ്റ് ചെയ്യുന്ന ടൈപ്പുകളാണ്. അവയെ ഈ ഡെൽറ്റ ഗ്രൂപ്പിൽ, അതായത് ഈ പറഞ്ഞ ഗ്രൂപ്പിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ക്യാരക്ടേഴ്സ് ഉള്ളവയെ അവസാനത്തെ കുറച്ച് കോംപ്ലക്സിറ്റി കൂടിയവയെ അവസാനത്തെ ഗ്രൂപ്പിലോട്ടാക്കി. ഇനി എപ്സിലോൺ പ്രോട്ടിയോ ബാക്ടീരിയയിൽ കാംപിലോ ബാക്ടറും ഹെലിക്കോബാക്ടറുമാണ്. ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ഒരു അസിഡോഫിലിക് എക്സ്ട്രീമോഫൈലിക് ബാക്ടീരിയ ആണ്.
വളരെ അസിഡിക് എൻവയോൺമെൻറ്റിലാണ് ഇവർ കാണപ്പെടുന്നത്. കൂടാതെ അത് പ്രധാനമായിട്ടും നമ്മുടെ ഹ്യൂമൻ്റെ സ്റ്റൊമക്കിലെ പൈലോറിക് റീജിയൻസിൽ HCl ഒക്കെ കൂടുതൽ ആസിഡിറ്റി കൂടുതൽ ഉള്ള റീജിയൻസിലാണ്. ഇറ്റ് ഈസ് എ പത്തോജനിക് ബാക്ടീരിയം കോസിങ് സ്റ്റൊമക് അൾസേഴ്സ് ആൻഡ് ഗ്യാസ്ട്രിക് ക്യാൻസേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിവുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇവർ നമ്മൾ പറഞ്ഞു പല സിറ്റുവേഷൻസിൽ പല സ്ഥലത്ത് ഇവർ കാണപ്പെടുന്നുണ്ട്. ചിലർ പ്ലാന്റ് റൂട്ട്സിൽ കാണപ്പെടുന്നുണ്ട്. അതിന് എക്സാമ്പിൾസാണ് റൈസോബിയവും അസോസ്പൈറലവും. ചിലർ ഹോസ്റ്റിൽ കാണപ്പെടുന്നു. അതാണ് എക്സാമ്പിൾ റിക്കറ്റ്സിയാണ്. ചിലർ ഫ്രീ ലിവിങ് ആയിട്ട് കാണപ്പെടുന്നു ഒരു ചില എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ. അതാണ് മെതലോ ബാക്ടീരിയം. ചിലർ അങ്ങനെ ഗ്ലോബ് നമ്മുടെ ഭൂമി മുഴുവൻ ഇവരെ കാണപ്പെടുന്നുണ്ട്. ചിലർ വളരെ എക്സ്ട്രീം എൻവയോൺമെൻറ്റ്സിൽ ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷൻസിലും ചിലർ കാണപ്പെടുന്നുണ്ട്. ഇവരുടെ സ്വഭാവവും ഷേപ്പും ഒക്കെ അനുസരിച്ച് ഇവയെ റോഡ് ഷേപ്പുള്ളവയെന്നും റൗണ്ട് ഷേപ്പ് ഉള്ളത് റോഡ്, കോക്കൈ, കർവ്ഡ്, സ്പൈറൽ, റിംഗ് ഷേപ്പ്, അപ്പൻഡേജ്ഡ്, ഫിലമെൻറ്റസ്, ഷീത്ത്ഡ് ബാക്ടീരിയ എന്നിങ്ങനെ ഇവയെ തരംതിരിച്ചിട്ടുണ്ട്. കൂടുതലും പ്രോട്ടോബാക്ടീരിയ മീസോഫിലിക് ആണ്. ചിലർ തെർമോഫിലിക് ആണ്. അതിന് എക്സാമ്പിൾസ് ആണ് തയോമോണാസ്, തെർമോസൾഫേറ്റ ആൻഡ് ടെപ്പിഡോമോണാസ്. ചിലർ സൈക്രോ ഫിലിക് ആണ്, പൊളാറോമോണാസ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്ന സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പുകളാണ്. അതേപോലെ തന്നെ ചില പെരിട്രിക്കസ് ഫ്ലജല്ല, അതായത് പെരിട്രിക്കസ് എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗത്തും ഫ്ലജല്ല കാണപ്പെടുന്ന ഒരു ടൈപ്പാണ്. അതിന് എക്സാമ്പിൾസ് ആണ് മിക്സോ ബാക്ടീരിയ. അതിൽ ഡെൽറ്റ പ്രോട്ടോ ബാക്ടീരിയയിൽ വരുന്നവരാണ്. കൂടാതെ തന്നെ ഇവർക്കൊരു ഗ്ലൈഡിങ് ടൈപ്പ് ഓഫ് മോട്ടിലിറ്റി ആണുള്ളത്. കൂടാതെ മൾട്ടി സെല്ലുലാർ മാക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് ആയിട്ട് ഇവർ ഫ്രൂട്ടിംഗ് ബോഡീസ് ആയിട്ടും ഇവർ കാണപ്പെടുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഇവരുടെ സ്ട്രക്ചറൽ, ഇവരുടെ മോർഫോളജി അല്ലെങ്കിൽ ഇവരുടെ ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും സാധാരണയുള്ളൊരു പ്രൊട്ടോബാക്ടീരിയയ്ക്ക് പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഫ്രീ ലിവിങ് ആയിട്ടുള്ളത് റൈസോബിയ എന്ന് നിങ്ങൾക്കറിയാം, മുമ്പ് ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. ഇവരൊരു സിംബയോട്ടിക് അസോസിയേഷൻ ലെഗുമിനസ് പ്ലാന്റുമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇവരാണ് നൈട്രജനെ ഫിക്സ് ചെയ്ത് റൂട്ടിലും റൂട്ട് ഓർ സ്റ്റെം നൊഡ്യൂൾസിൽ വഴി ആണ് ഇവർ കാണപ്പെടുന്നത്. ഇവർ അന്തരീക്ഷത്തിലെ നൈട്രജനെ ഫിക്സ് ചെയ്ത് എലമെൻ്റൽ നൈട്രജനാക്കി മണ്ണിൽ വിട്ടുകൊടുക്കുന്നു. ഇപ്പോൾ ഇതാണ് പ്ലാന്റ്സിന് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം ഇങ്ങനെ ഇവരും പ്ലാന്റ്സും തമ്മിലൊരു സിംബയോട്ടിക് അസോസിയേഷൻസിൽ കാണപ്പെടുന്നുണ്ട്. മറ്റുള്ളവരെന്ന് പറയുന്നത് എൻട്രാ സെല്ലുലാർ എൻഡോസിംബയോൺസ് ആയിട്ട് പ്രോട്ടോസോവയുടെ ഇൻവെർട്ടിബ്രേറ്റയുടെ ഒക്കെ ബോഡിയിൽ കാണപ്പെടുന്നു. മസിൽസിലും ഇൻസെക്ട്സിലും നെമറ്റോഡ്സിലും ഒക്കെ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് റിക്കറ്റ്സി. ഇവരൊരു ഒബ്ലിഗേറ്റ് ഇൻട്രാ സെല്ലുലാർ പാരസൈറ്റ് ആണ് ഹ്യൂമൻസിലും മാമൽസിലും. അതൊക്കെ ഈ നോൺ ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിയോ ബാക്ടീരിയയിൽ വരുന്നവരാണ്. അതേപോലെ തന്നെ എക്സ്ട്രീം ഡൈവേഴ്സിറ്റിയിൽ എനർജി മെക്കാനിസം ഒക്കെ ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഇവരെ കീമോ ഓർഗാനോട്രോഫ്സ് എന്ന് വിളിക്കും. എസ്റ്ററീഷ്യ കൊളേക്ക അങ്ങനെയുള്ളവരാണ്. കീമോ ലിത്തോട്രോഫ്സിന് എക്സാമ്പിൾ സൾഫർ ഓക്സിഡൈസിങ് ബാക്ടീരിയ ആണ്. പിന്നെ അതേപോലെ തയോബാസിലിയും അമോണിയ ഓക്സിഡൈസിങ് ബാക്ടീരിയ, അതാണ് നൈട്രോസോമോണാസ് ആണ്. പിന്നെ ഫോട്ടോട്രോഫിക് ബാക്ടീരിയ ആണ്. പർപ്പിൾ കളേർഡ് ക്രൊമാഷ്യം, റോഡോസ്പൈറലോ ഒക്കെ ഈ ഗ്രൂപ്പിൽ വരുന്നവരാണ്. ഇവരുടെ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട്, ഓക്സിജനുമായിട്ടൊക്കെ ഉള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഇവയെ നമുക്ക് എനറോബിക് എന്നും അയറോബിക് എന്നും രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. അതിൽ തന്നെ ഫോക്കൾട്ടേറ്റീവ് എയറോബ്സും ഉണ്ട്, മൈക്രോ എയറോഫൈൽസും ഉണ്ട്. ഇനി ഡീനൈട്രിഫൈഡ്സിനെ എല്ലാം നമുക്ക് പറഞ്ഞിരിക്കുന്നത് ആൽഫ. ഇതിൽ വരുന്ന ഡീനൈട്രിഫൈഡ്സ് ആണ്. അവയെയാണ് നമ്മൾ ആൽഫ പ്രോട്ടോന്നും ബീറ്റ, ഗാമ ആൻഡ് എപ്സിലോ പ്രോട്ടിയോ ബാക്ടീരിയ എന്ന് വളരെ വിശദമായിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് ഫെർമെൻറ്റേറ്റീവ് റോഡ് ആൻഡ് വിബ്രിയോസ് ആണ്. ഫെർമെൻറ്റേറ്റീവ് റോഡും വിബ്രിയോസ് എന്ന് പറയുന്നത് കീമോ ഹെട്രോട്രോഫ്സ് ആണ്. ഇവർ സാധാരണ കെമിക്കൽ എനർജി വഴിയാണ്, കെമിക്കൽ എനർജി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് ഇവർ
അവരുടെ എനർജി റിലീസ് ചെയ്യുന്നത് അവരുടെ ആവശ്യമുള്ള എനർജി അവർ എടുക്കുന്നത് കെമിക്കൽ റിയാക്ഷൻ വഴിയാണ്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ബ്രേക്ക് ഡൗൺ വഴിയാണ്. അതായത് ഈഥൈൽ ആൽക്കഹോൾ, ലാക്റ്റിക് ആസിഡ് മറ്റുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ബ്രേക്ക് ഡൗൺ വഴിയാണ് ഇവർ എനർജി കെമിക്കൽ റിയാക്ഷൻ വഴി ഇവർ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് പാസ്റ്റുറല്ലേൽസ് ആണ്. പാസ്റ്റുറല്ലേൽസ് എന്ന് പറയുമ്പോൾ ഇവരൊരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് സ്മോൾ നോൺ മോട്ടൈൽ റോഡ് ഷേപ്പ്ഡ് എയറോബിക് ഓക്സിഡേസ് പോസിറ്റീവ് പ്രോട്ടിയോ ബാക്ടീരിയയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു സ്മോൾ ഗ്രാം നെഗറ്റീവ് ബാസിലിയാണ്. പ്ലിയോമോർഫിക്കാണ് ഇവർ, കാരണം കൊക്കെ ഷേപ്പും ഫിലമെൻറ്റസും റോഡ് ഷേപ്പിലൊക്കെ ഇവർ കാണപ്പെടുന്നുണ്ട്. ഇവരെന്ന് പറയുന്നത് ഇതിനകത്ത് പ്രധാനമായിട്ടും ഇവർ കാണപ്പെടുന്നത് സാധാരണയായിട്ടുള്ള ഹീമോഫിലസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും അതേപോലെ പാസ്റ്റുറല്ലേൽസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പും ആക്ടിനോബാസിലസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുമാണ്. ഈ ഹീമോഫിലസ് എന്ന് പറയുന്നത് സാധാരണ ഇവർ കുട്ടികൾക്ക് ഇമ്മ്യൂണൈസേഷൻ ചെയ്യാത്ത കുട്ടികൾക്ക് ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനൊക്കെ മെനിഞ്ചൈറ്റിസിനും ഹീമോഫിലസ് ഇൻഫ്ലുവൻസയ്ക്കൊക്കെ കാരണമാകുന്നുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളിൽ. പാസ്റ്റുറല്ല എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ മെനിഞ്ചൈറ്റിസിന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നതാണ്. അതേപോലെ ഈ ആക്ടിനോബാസിലസും ഹ്യൂമൻസിൽ ഇതേപോലെ എൻഡോകാർഡൈറ്റിസും ഒക്കെ ഉണ്ടാക്കുന്ന ടൈപ്പാണ് അതിൻ്റെ പിക്ചറൈസേഷൻ. ഇപ്പോൾ പാസ്റ്റുറല്ലേൽസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റുറല്ല മൾട്ടിക്കോസിഡ ഇതൊരു ഗ്രാം നെഗറ്റീവ് റോഡ് ഷേപ്പുള്ള ബാക്ടീരിയയാണ്. സാധാരണ ഇത് ക്യാറ്റിൻ്റെയും ഡോഗിൻ്റെയും ഒക്കെ ഫാരിങ്സിലാണ് ഇത് ഇൻഹാബിറ്റ് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. ഈ ആനിമൽസ് സാധാരണ ഇവരൊരു ലോക്കലൈസ്ഡ് മൈൽഡ് ഡിസീസ് കാണപ്പെടുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് പാസ്റ്റുറല്ലോസിസ്. അപ്പോൾ ഈ ക്യാറ്റിൻ്റെയും ഡോഗിൻ്റെയൊക്കെ ഫാരിങ്സിൽ ഇൻഹാബിറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്രാം നെഗറ്റീവ് റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയയാണ് ഈ പറഞ്ഞ പാസ്റ്റുറല്ല മൾട്ടോസിഡ. ഇത് ചില കേസസിൽ മൈൽഡായിട്ടുള്ള ഡിസീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ പാസ്റ്റുറല്ലോസിസ് എന്ന് വിളിക്കും. ക്യാറ്റും ഡോഗും ഒക്കെ ഇങ്ങനെ ഈ ഡിസീസ് ഉള്ള ക്യാറ്റും ഡോഗും ഹ്യൂമനെ ബൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ബാക്ടീരിയ വൂണ്ട് വഴി പെട്ടെന്ന് തന്നെ ലോക്കലൈസ്ഡ് പാർട്ടിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ഇവയുടെ എൻട്രി അതുവഴി ഈസി ആവുകയും ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് പേഴ്സൺസിന് പെട്ടെന്ന് തന്നെ ആനിമൽസിൽ നിന്നുള്ള ഇൻഫെക്ഷൻ ബാധിക്കാൻ കാരണമാകും. പ്രത്യേകിച്ച് ഈ സലൈവ ഈ ബൈറ്റ് ചെയ്ത ഭാഗത്ത് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഇൻഫെക്ഷന് കാരണമാവുകയും അപ്പോൾ ഹ്യൂമൻ ആ ബാക്ടീരിയയുടെ വിക്റ്റിമായി കഴിഞ്ഞാൽ ഇത് പതുക്കെ ബോഡിയിൽ എൻ്റർ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് വളരെ പതുക്കെ ക്ലിനിക്കൽ സിംറ്റംസ് ആയ സ്വെല്ലിങ്സും റാഷസും ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസൊക്കെ ഉണ്ടാവുകയും ഇത് പതുക്കെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻസിലോട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഹ്യൂമൻസിന് ഉണ്ടാകുന്ന ആ ഒരു ഡിസീസ് കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് പാസ്റ്റുറല്ലോസിസ്. ഇനി അഡൾട്ട്സിൽ ഇതിൻ്റെ ഫലമായിട്ട് ആർത്രൈറ്റിസ് ഒക്കെ ഉണ്ടാകാം. ഇതിനെ നമുക്ക് ആൻറ്റിബയോട്ടിക് കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ പതുക്കെയാണ്. അടുത്താണ് വിബ്രിയോ നെല്ലേൽസ്. ഇതിന് എക്സാമ്പിളാണ്. നമുക്കറിയാം വിബ്രിയോ എന്ന് പറഞ്ഞ കോമൺ ടേമിനെ പറ്റി അറിയാം. അത് വെബ്രിയോ മീൻസ് അത് ബാക്ടീരിയ ഡിനോട്ട് ചെയ്യുന്നതാണ്. കോമ ഷേപ്പ് അല്ലെങ്കിൽ കർവ് ഷേപ്പിലുള്ള ബാക്ടീരിയയാണ്, അവയാണ് വിബ്രിയോ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഒരു ഫോക്കൾട്ടേറ്റീവ് അനേറോബിക് മെമ്പേഴ്സാണ് പ്രോട്ടിയോ ബാക്ടീരിയയിലുള്ള. ഇവർക്ക് കാർബോഹൈഡ്രേറ്റ്സിനെ ഫെർമെൻറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഗ്രാം നെഗറ്റീവ് മോട്ടൈലാണ്. ഇവർക്ക് ഒരു ഫ്ലജല്ലുണ്ട്, ആ ഫ്ലജല്ല വെച്ചിട്ട് ഇവർ മോട്ടൈലാണ്. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വിബ്രിയോ കോളറയാണ്. ഇത് നമുക്കറിയാം കോളറ എന്ന് പറഞ്ഞ ഡിസീസിന് കാരണമാകുന്ന ഒരു വിറുലൻ്റ് ആണ്, ഒരു ഇൻഫെക്റ്റീവ് ഫോംസ് ആണ്. ഹ്യൂമൻസിന് ഒരു പത്തോജനാണ്. ഇതിനെ നമുക്ക് നാച്ചുറൽ വാട്ടർ ബോഡീസിലൊക്കെ ഇത് നോൺ പത്തോജനിക് ആയിട്ടുള്ള അതിനെ വാട്ടർ ബോഡീസിലൊക്കെ കാണപ്പെടാറുണ്ട്. എന്നാൽ ഇത് പത്തോജനിക് കണ്ടീഷൻസിലാകുമ്പോഴത്തേക്ക് അത് വളരെ ഇൻഫെക്ഷൻസ് മനുഷ്യർക്ക് കാരണമാകും. ഈ ഗ്രാം നെഗറ്റീവ് മോട്ടൈൽ റോഡ് ഷേപ്പ് ബാക്ടീരിയയെ ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തെടുത്തത് റോബർട്ട് കോച്ച് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് 1883 ഇതൊരു എൻറ്ററിക് പാത്തോജനാണ്. കണ്ടാമിനേറ്റഡ് വാട്ടറോ ഫുഡോ വഴി ഇത് ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ സ്റ്റൊമക്ക് ആസിഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചില സ്റ്റേജിൽ സ്റ്റൊമക്ക് ആസിഡ്സിൽ ഇത് നശിച്ചു പോകും. പക്ഷേ എന്നാൽ ചില സമയത്ത് ഇത് സർവൈവ് ചെയ്യും ഇൻഡസ്ട്രിയിൽ. അങ്ങനെ സർവൈവ് ചെയ്യാൻ കാരണം ഇതൊരു എൻറ്ററോടോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ എൻറ്ററോടോക്സിൻ ഇതിനെ സംരക്ഷണം കൊടുക്കുകയും ഇത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെൽസിൻ്റെ നോർമൽ ആക്ടിവിറ്റിയൊക്കെ ഇത് ബ്ലോക്ക് ചെയ്യും.
അപ്പോൾ ഇങ്ങനെ ഇത് എഫക്റ്റഡ് ഇൻറ്റസ്റ്റൈനൽ സെൽസ് പതുക്കെ വാട്ടർ ന്യൂട്രിയൻസിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നതിൽ നിന്ന് തടസ്സം ഉണ്ടാവുകയും അവസാനം ധാരാളം വെള്ളവും ഇൻറ്റസ്റ്റൈനൽ ലൂമൻസിൽ നിന്നൊക്കെ ഇങ്ങനെ ലൂസായിട്ട് ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യാതെ ഡയേറിയ ആയിട്ട് പോവും. അപ്പോൾ ഇങ്ങനെ ഇത് പതുക്കെ നമ്മുടെ സെൽസിനെ വീക്കൻ ചെയ്യിക്കുകയും ഇത് പിന്നീട് ഇത് ഇൻഫെക്ഷൻ കൂടുന്ന സമയത്ത് ബ്ലഡ് ലോസ്, ഇഞ്ചുറി ഉണ്ടായി ബ്ലഡ് ലോസിന് തന്നെ കാരണമാകും. അപ്പോൾ ദിസ് ഈസ് ക്ലിനിക്കലി വളരെ ഒരു അപ്പാരൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ. വാട്ടറി സ്റ്റൂൾസ് ആയിരിക്കും സ്റ്റെയിൻഡ് വിത്ത് ബ്ലഡ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ബ്ലഡും ഇനോമസ് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡും ഒക്കെ ബ്ലഡ് വോളിയം ഒക്കെ കുറയുകയും ഒക്കെ ലീഡിങ് ടു ഡീഹൈഡ്രേഷൻ ഉണ്ടായി ഡെത്തിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്ക് ഈ കൊളറയെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതിനെ നമുക്ക് ഓറൽ ഡീഹൈഡ്രേഷൻ തെറാപ്പി ORT വെച്ചിട്ട് നമുക്കിതിനെ റിക്കവർ ചെയ്യാം. അതേപോലെ തന്നെ വിബ്രിയോ കോളറ എന്ന് പറയുന്നത് ഒരു സെവറൽ പാൻഡമിക് ആയിരുന്നു പണ്ട് കാലത്ത്. മില്യൺസ് ഓഫ് പീപ്പിൾസിനെ ഇത് കൊന്നൊടുക്കിയതാണ്. ഇതിൻ്റെ ഹൈ റേറ്റ് ഓഫ് ഇൻഫെക്റ്റിവിറ്റി, റാപ്പിഡ് പത്തോജെനിസിസും ഒക്കെ മൂലം വിബ്രിയോ കോളറ എന്ന് പറയുന്നത് വളരെ ഒരു ബയോ വെപ്പണായിട്ടൊക്കെ ടാർഗറ്റബിൾ ആയിട്ട് യൂസ് ചെയ്തിരുന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ അതിന് ഇപ്പോൾ എഫക്റ്റീവായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകളും അതുപോലെ ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പിയൊക്കെ കണ്ടെത്തി. അടുത്തതാണ് ഓക്സിഡേറ്റീവ് റോഡിലും കോക്കയിലും വരുന്ന സ്യൂഡോമോണഡെയിൽസ് എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ആൽഫ പ്രോട്ടോബാക്ടീരിയയിൽ വരുന്നതാണ്. ഇത് ക്ലാസ് 9th സ്യൂഡോമോണഡെയിൽസ് എന്ന് പറഞ്ഞ് ഇവരെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരൊരു കർവ്ഡ് ഷേപ്പിലുള്ള മോട്ടൈൽ റോഡാണ്. അവർക്ക് പോളാർ ഫ്ലജല്ലയാണ് കാണപ്പെടുന്നത്. അതേപോലെ ഇവർ ഓക്സിഡേറ്റീവ് പോസിറ്റീവ് ബാക്ടീരിയ ആണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോട്ടൈലാണ്, ഓക്സിഡൈസ് പോസിറ്റീവ് ബാക്ടീരിയ ആണ്, സോയിലിലും പ്ലാന്റ്സിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. ഇവർ ഓപ്പർച്യൂണിസ്റ്റിക് പാത്തോജനാണ്. കാരണം പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ ഇവർ കാണപ്പെടുന്നുണ്ട്. സ്യൂഡോമോണാസ് ഒറിജിനേസ, സ്യൂഡോമോണാസ് സിറിഞ്ചെ, സാന്തോമോണാസ് ഒക്കെയാണ് പ്രധാന ഇവരുടെ ഗ്രൂപ്പിൽ പെടുന്നവർ. ഇവരെന്ന് പറയുന്നത് ഈ പോളാർ ഫ്ലജല്ലയുടെ ഹെൽപ്പ് കൊണ്ടാണ് മൂവ് ചെയ്യുന്നത്. ഇവർ സാപ്രോഫൈറ്റിക് ആണ് സാധാരണ. അതുകൊണ്ടാണ് ഇവർ ഡീകമ്പോസിഷൻ ചെയ്യുന്നതിലൊക്കെ ഇവർക്കൊരു വലിയ റോളുണ്ട്. റീമിനറലൈസേഷനും എൻറിച്ച്മെൻറ്റ് ഓഫ് ദ എക്കോസിസ്റ്റത്തിനൊക്കെ ഇവർ പങ്കുവഹിക്കുന്നുണ്ട്. കൂടാതെ ഇവർ സെവറൽ ആർ കേപ്പബിൾ ഓഫ് ഡീഗ്രേഡിംഗ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ദസ് പ്ലേ എ റോൾ ഇൻ ഡീടോക്സിഫിക്കേഷൻ ആൻഡ് ആർ കേപ്പബിൾ ഓഫ് degradation of pesticides and thus play a role in detoxification and bioremediation. കൂടാതെ തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ ഫ്രീ ലിവിങ് സ്പീഷീസ് ആണ്. നൈട്രജൻ ഫിക്സേഷന് വേണ്ടി സഹായിക്കുന്നു. പ്രധാനമായിട്ടും ഇവർ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നവരാണ്. ഇവരുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നൈട്രജൻ സൈക്കിളിനെ നിലനിർത്തുന്നതിൽ ഒരു പ്രധാന റോൾ ഇവർക്കുണ്ട്. ഇതിൽ ഒരുപാട് സ്പീഷീസ് ഉണ്ട് സ്യൂഡോമോണൈഡ്സിൽ. പ്രധാനമായിട്ടും ഫുഡ് സ്പോയിലേജിന് കാരണമാകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇതിൽ കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സെവറൽ സ്പീഷീസ് സ്യൂഡോമോണാസ് ഒറിജിനേസയിൽ വരുന്ന ഇവർ ഓർഗാനിക് വേസ്റ്റിനെ ഡീഗ്രേഡ് ചെയ്യാനും ബയോറെമഡിയേഷൻ ഓഫ് വാട്ടറിനെയും വേസ്റ്റ് വാട്ടറിനെയും സഹായിക്കുന്നു. ഓർഗാനിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലും ഒക്കെ ലാർജ് സ്കെയിലായിട്ട് ഇവർ ലബോറട്ടറി കണ്ടീഷൻസിലൊക്കെ ഇവർ ഓർഗാനിക് മെറ്റീരിയൽസിൻ്റെ ഡീഗ്രഡേഷന് വേണ്ടിയിട്ട് ഇവരെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്യൂഡോമോണാസ് പുറ്റിഡ എന്ന് പറഞ്ഞ സ്പീഷീസ് ഒരു നാച്ചുറലി ഒക്കറിങ് മൈക്രോബാണ്. ഇവരെ ജനറ്റിക്കലി മോഡിഫിക്കേഷൻ നടത്തിയിട്ട് ക്രൂഡ് ഓയിൽ സ്പിൽസിലൊക്കെ ഓഷ്യൻസിലൊക്കെ ക്രൂഡ് ഓയിൽസിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു പ്രോബയോട്ടിക് സ്യൂഡോമോണാസ് സ്പീഷീസ് ആണ് ഹ്യൂമൻ ഇൻറ്റസ്റ്റൈനിലുള്ളത്. അവരുടെ ഒരു പ്രധാന ജോലി വാട്ടർ സോളുബിൾ സയാനോ കൊബാലമിൻ, അതായത് വിറ്റാമിൻ B12 വിച്ച് ഈസ് അബ്സോർബ്ഡ് ആൻഡ് യൂസ്ഡ് ബൈ ഹ്യൂമൻസ്. അപ്പോൾ അതിന് സഹായിക്കുന്നത് ഈ പ്രോബയോട്ടിക് സ്യൂഡോമോണാസ് സ്പീഷീസിനെ ഒരു പ്രോബയോട്ടിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. Even before the discovery of penicillin by Alexander Fleming in 1928, the antibiotic called picocyanaline was isolated from the Pseudomonas aeruginosa by Paul Illumin. And so this is toxic, extremely toxic. It could not be used for treating diseases. അപ്പോൾ ഇങ്ങനെ ഇതിന് ഈ സ്പീഷീസ് സ്യൂഡോമോണഡെയിൽസിൽ നിന്ന് ധാരാളം ഗുണങ്ങളും അതോടൊപ്പം തന്നെ ചില ഫുഡ് സ്പോയിലേജ് ഉണ്ടാക്കുന്ന സ്പീഷീസുകളും കാണപ്പെടുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒന്നാണ് അസറ്റോബാക്ടർ എന്ന് പറയുന്നത് ഫ്രീ ലിവിങ് ഗ്രാം നെഗറ്റീവ് എയറോബിക് ബാക്ടീരിയ ആണ്. ഇവർ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യുകയാണ് ഇവരുടെ പ്രധാന ജോലി.
അപ്പോൾ ഇവരെ നമ്മൾ ഇത് നോൺ മോട്ടൈലും നോൺ മോട്ടൈലും ആണ് ഇത് കാണപ്പെടുന്നത്. ഇത് സോയിലാണ് കാണപ്പെടുന്നത്. വാട്ടറിലും റൈസോസ്പോഴ്സിലും ചില പ്ലാന്റ്സിൻ്റെ റൂട്ടിലും ഒക്കെ ഇവർ കാണപ്പെടുന്നുണ്ട്. കൂടുതലും ഇവർ റൂട്ട് നൊഡ്യൂൾസിലാണ് കാണപ്പെടുന്നത്. അതിനെ നമ്മൾ റൈസോബിയം എന്നാണ് വിളിക്കുന്നത്. ദേ ആർ സാപ്രോഫൈറ്റിക്, ലിവിങ് ഇൻ സോയിൽ, വാട്ടർ ആൻഡ് ഡീകമ്പോസിങ് ഓർഗാനിക് മെറ്റീരിയൽ. They may produce spores that enable them to resist desiccation and survive dry adverse environmental condition. അഡ്വേഴ്സ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിലൊക്കെ വരുമ്പോൾ ഇവർ ഒരു ഡെസിക്കേഷൻ ഉണ്ടാക്കി അതിൽ സ്പോറുകളായിട്ട് ഇരിക്കും. ദേ ആർ കേപ്പബിൾ ഓഫ് ലിവിങ് ഇൻ എയറോബിക് കണ്ടീഷൻ ബട്ട് മെയിൻറ്റെയിൻ ആൻ അനാറോബിക് കണ്ടീഷൻ ഇൻ ഇൻറ്റീരിയർ ലൊക്കേഷൻ ഓഫ് ദ ബാക്ടീരിയൽ സെൽ വെയർ നൈട്രോജൻ ഈസ് ബീയിങ് ഫിക്സ്ഡ്. അപ്പോൾ ഇവർ രണ്ട് കണ്ടീഷൻസിലും ഇവർക്ക് ജീവിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ഇവർ ഓക്സിജൻ സെൻസിറ്റീവ് ആയിട്ടുള്ള നൈട്രോജനേസ് എൻസൈംസിനെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് എലമെൻ്റൽ നൈട്രോജനെ ഫിക്സ് ചെയ്യാൻ അത്യാവശ്യമായൊരു എൻസൈമാണ്. ഇനി ഇവരിൽ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ് അസറ്റോബാക്ടർ ബിജർൻകി, അതേപോലെ അർമേനിക്കസ്, സലിനെസ്ട്രിസ്, അസോറൈസോഫിലസ്, പാസ്പാലി എന്നൊക്കെ പറയുന്നത് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട എക്സാമ്പിളുകളാണ്. നമുക്ക് ഏറെ പരിചയമുള്ളതാണ് റൈസോബിയം. ഇതെന്ന് പറയുന്നത് ഗ്രാം നെഗറ്റീവ് റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയ ആണ്. സിംബയോട്ടിക് സ്പീഷീസ് ആണ്. കാരണം ലെഗുമിനസ് പ്ലാന്റ്സുമായിട്ട് ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ഉണ്ട് ഇവർക്ക്. അസറ്റോബാക്ടറിനെ പോലെ തന്നെ ഇവർ ഫ്രീ അല്ല, എന്താണ് ഫ്രീ ലിവിങ്ങിന് അവർ ഏബിൾ അല്ല. അതുകൊണ്ടാണ് ഇവരൊരു സിംബയോട്ടിക് അസോസിയേഷൻ വെച്ചിട്ട് ഏതെങ്കിലും പ്ലാന്റിൻ്റെ റൂട്ടിൽ താമസമാക്കുന്നത്. When rhizobium bacteria present in the soil come into contact with the roots of leguminous plants such as pea, bee, clover, alfalfa and acacia tree, they induce the proliferation of root hairs. അപ്പോൾ ഇവർ റൂട്ട് ഹെയർസിൻ്റെ proliferation സഹായിക്കുന്നു. കാരണം ഇവർക്ക് they cannot survive in cannot able to live in free. And the root hairs produce protein called lectins. അപ്പോൾ റൂട്ട് ഹെയർസ് ഒരു പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് ലെക്റ്റിൻ, വിച്ച് ബൈൻഡ് ടു പോളിസാക്കറൈഡ് ഓൺ ദ സെൽ സർഫസ് ഓഫ് ബാക്ടീരിയ. അപ്പോൾ ഈ ലെക്റ്റിനെ ഈ ബാക്ടീരിയയുടെ സെൽ സർഫസിലുള്ള പോളിസാക്കറൈഡുമായിട്ട് ബൈൻഡ് ചെയ്യുകയും ദ ബാക്ടീരിയ ഇൻവൈഡ് ദ റൂട്ട്സ്. അപ്പോൾ ബാക്ടീരിയ ഈ റൂട്ടിൽ ഇൻവൈഡ് ചെയ്ത് കയറുകയും സ്പ്രെഡിങ് അലോങ് ദ റൂട്ട് ഹെയർസ്, എന്നിട്ട് ഈ റൂട്ട് ഹെയർസിനെ സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുന്നു. ദേ സ്റ്റിമുലേറ്റ് സം സെൽസ് ഇൻ ദ റൂട്ട് ടു പ്രൊഡ്യൂസ് നോഡ്യൂൾ ഇൻഡ്യൂസിങ് ഫാക്ടർ. അതുകൂടാതെ തന്നെ ഈ പ്ലാന്റിൻ്റെ റൂട്ടിൽ ഇവർ ഒരു നോഡ്യൂൾ ഇൻഡ്യൂസിങ് ഫാക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് NIF. ആൻഡ് ദെയർബൈ ഡിവൈഡ് ആൻഡ് ഡെവലപ്പ് ഇൻ ടു സ്മോൾ ലംസ്. എന്നിട്ട് അവർ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ലംബുകൾ, മുഴകൾ പോലെ കാണപ്പെടുന്നു, അല്ലെങ്കിൽ നൊഡ്യൂളുകൾ പോലെ കാണപ്പെടുന്നു. ഇൻസൈഡ് ദ നൊഡ്യൂൾ ദ ബാക്ടീരിയ മൾട്ടിപ്ലൈ ആൻഡ് ഫോം കോളനി. എന്നിട്ട് ഈ നൊഡ്യൂളിനകത്ത് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്ത് കോളനി ആയിട്ട് കാണപ്പെടുന്നു. റൈസോബിയം ലിവ്സ് ഇൻസൈഡ് ദ റൂട്ട് നൊഡ്യൂൾ ആർ പ്ലിയോമോർഫിക്. അവർ പല പല ഷേപ്പിലാണ് ബാക്ടീരിയ ഈ നൊഡ്യൂളിനകത്ത് കാണപ്പെടുന്നത്. അതാണ് പ്ലിയോമോർഫിക് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവയെ വിളിക്കുന്ന പേര് ബാക്ടീരിയോയിഡ്സ് എന്നാണ്. കൂടാതെ ഇവർ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയോയിഡ്സ് ആണ്. കാരണം ഇറഗുലർലി ഷേപ്പ്ഡ് സെൽസ് ആണ്. അതാണ് പ്ലിയോമോർഫിക് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇവർ സിന്തസിസ് നൈട്രജൻ കോമ്പൗണ്ട്സ് ആൻഡ് മേക്ക് ദം ഡയറക്ട്ലി അവൈലബിൾ ടു ദ പ്ലാന്റ്സ്. എന്നിട്ട് ഇവർ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്ത് ഡയറക്റ്റായിട്ട് പ്ലാന്റ്സിന് ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കും. ഇൻ ടേൺ then return the plant supply the rhizobium with energy rich carbon compounds. അപ്പോൾ അതേസമയം പ്ലാന്റ്സ് ഇവർക്ക് എനർജി റിച്ച് കാർബൺ കോമ്പൗണ്ട്സിനെ ഫോട്ടോസിന്തസിസ് വഴി ചെയ്തിട്ട് ഇവർക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നടക്കുന്നത്. ആൻഡ് ദ നൈട്രജൻ ഫിക്സേഷൻ റിക്വയർസ് ദ ആക്ടിവിറ്റി ഓഫ് ദ നൈട്രോജനേസ് എൻസൈം. അപ്പോൾ ഇവിടെ നൈട്രജൻ ഫിക്സേഷനെ സഹായിക്കുന്നത് നൈട്രോജനേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്, വിച്ച് കൺവേർട്ട്സ് നൈട്രജൻ ഗ്യാസ് ടു അമോണിയം അയൺസ്. അപ്പോൾ ഈ നൈട്രോജനേസ് എന്ന് പറഞ്ഞ എൻസൈം നൈട്രജൻ ഗ്യാസിനെ അമോണിയം അയൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. N2വിനെ NH4+ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദ ഹൈഡ്രജൻ റിക്വയർഡ് ഫോർ ദിസ് കൺവേർഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം NADPH. അപ്പോൾ NADPH റെഡ്യൂസ് ചെയ്ത് അവിടെ NADP ആയിട്ട് മാറുന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ നൈട്രജൻ NH4 ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിന് H കൊടുക്കുന്നത് ഈ NADPH ആണ്. അപ്പോൾ NADPH NADP ആയിട്ട് മാറുമ്പോൾ അവിടെ NH4 അമോണിയം അയൺസ് ഉണ്ടാവുകയും വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലാന്റ്. അങ്ങനെ ഈ NADPH പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ നൈട്രോജനേസ് റിക്വയർസ് anaerobic condition, that is it is inhibited by elemental oxygen.
നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഹാവ് ഇവോൾവ്ഡ് വേരിയസ് മെത്തേഡ്സ് ബൈ വിച്ച് ദ ഇൻഹിബിഷൻ ബൈ ഓക്സിജൻ ഈസ് പ്രിവെൻറ്റഡ്. അപ്പോൾ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ പല ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷനിൽ നൈട്രജൻ ഇങ്ങനെ ഫിക്സ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇൻ റൈസോബിയം ദിസ് ഈസ് അച്ചീവ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഓക്സിജൻ സീക്വസ്റ്ററിങ് പിഗ്മെൻറ്റ് ലെഗാമോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഒരു പിഗ്മെൻ്റാണ് ഈ റൈസോബിയത്തെ ഇതിനൊക്കെ സഹായിക്കുന്നത്. വിച്ച് ഫോംസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ അറ്റ് ദ പെരിഫറി ഓഫ് ദ റൂട്ട് നോഡ്യൂൾ. അപ്പോൾ റൂട്ട് നോഡ്യൂളിൻ്റെ പെരിഫറിയിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് ഇത് കാണപ്പെടുന്നുണ്ട്. പ്രിവെൻറ്റിങ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ഫ്രം ഗെറ്റിംഗ് ഇൻസൈഡ്. അപ്പോൾ അവിടെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനെ അകത്ത് ചെല്ലാൻ ഇത് തടസ്സപ്പെടുത്തും. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ചെന്ന് കഴിഞ്ഞാൽ എലമെൻ്റൽ നൈട്രജനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആവരണം പ്ലാന്റിൻ്റെ റൂട്ടിൽ കാണപ്പെടുന്നത്. അത് എലമെൻ്റൽ നൈട്രജനെ അകത്ത് ചെല്ലുന്നതിനെ തടയും. ഓക്സിജനെ. Other nitrogen fixing bacteria avoid the presence of oxygen by adopting an anaerobic system of life. ചില ബാക്ടീരിയാസ് ഈ ഓക്സിജനെ എത്തുന്നതിനെ തടയാനായിട്ട് അവർ അനേറോബിക് ലൈഫ് സിസ്റ്റമാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാന്റും ബാക്ടീരിയയും വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. പ്ലാന്റ് സപ്ലൈ ലിവിങ് സ്പേസ്. അപ്പോൾ പ്ലാന്റ് ഇവർക്ക് സ്പേസും കണ്ടീഷൻസും ഒക്കെ കൊടുക്കും നൈട്രജനെ ഫിക്സ് ചെയ്യാൻ. അപ്പോൾ ബാക്ടീരിയ ഇവർക്ക് പ്ലാന്റിന് ഫിക്സ്ഡ് നൈട്രജനെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ മ്യൂച്വാലിസം എന്നാണ് വിളിക്കുന്നത്. വിച്ച് ഈസ് ടു ഓർഗാനിസം ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ലിവ് വെരി ക്ലോസ്ലി ടുഗദർ ഈച്ച് മീറ്റിംഗ് സം ഓഫ് ദ അതേഴ്സ് നീഡ്സ്. അപ്പോൾ എന്താണ്, രണ്ടുപേരുടെ ആവശ്യം നടക്കുകയും ചെയ്യും. രണ്ട് ഡിഫറെൻറ്റ് സ്പീഷീസിലുള്ള ആൾക്കാർ ഒന്നിച്ച് സഹകരിച്ച് ജീവിക്കുന്നതാണ് നമ്മൾ മ്യൂച്വാലിസം എന്ന് പറഞ്ഞൊരു സിംബയോട്ടിക് അസോസിയേഷൻഷിപ്പിനെ ഇവിടെ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്.